വയനാട് ടണൽ പ്രൊജക്റ്റ് കൊണ്ടുവന്ന് വയനാടിന്റെ ഗതാഗത കുരുക്കു മാറ്റി ഒരു ശാശ്വത പരിഹാരം കുതിരാനിലൊക്കെ നമ്മൾ കണ്ടല്ലോ. കുതിരാനിലൊക്കെ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്ന് ആ ഒരു വലിയ ഗതാഗത കുരുക്ക് മാറ്റിയതുപോലെ ഇനി വയനാടും താമരശ്ശേരിയിലും നിങ്ങളങ്ങ് ചെയ്തു കളയാമെന്ന് കരുതുകയാണോ? നടക്കില്ല. ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നിടത്തോളം കാലം, ഇനി ഞാൻ നാളെ ഭരണത്തിൽ വന്നാൽ പോലും ആ വികസനത്തെ ഞാൻ അംഗീകരിക്കില്ല എന്ന് വി.ഡി. സതീശൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പശ്ചിമഘട്ട വെസ്റ്റേൺ ഗാട്സിനെ അത് വലിയ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യും, അപകടത്തിലാക്കും, അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യില്ല എന്ന്. പശ്ചിമഘട്ടത്തിനെ അതെങ്ങനെ സ്വാധീനിക്കും, എത്രമാത്രം അപകടത്തിലാക്കും, അത് സതീശൻ പറഞ്ഞതിന്റെ യഥാർത്ഥ വശങ്ങൾ എന്ത് എന്നുള്ളതെല്ലാം അവിടെ നിൽക്കട്ടെ. അതിന് താഴെ വന്ന മറ്റു ചില അഭിപ്രായങ്ങളാണ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാധ്യമപ്രവർത്തകരെ കാണുകയാണ് ടി സിദ്ദീഖ് എം.എൽ.എ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, പ്രതിപക്ഷ നേതാവ് പറയുന്നു വയനാടിന്റെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കൊണ്ടുവരുന്ന വയനാട് ടണൽ പ്രൊജക്ടിനെ ശക്തിയുക്തം എതിർക്കുമെന്ന് പറഞ്ഞല്ലോ. ആര്? ഒരു ലോക്കൽ എം.എൽ.എ. ആയ ആ നാടിന്റെ പ്രദേശത്തിന്റെ സ്പന്ദനത്തെ അറിയുന്ന എനിക്കറിയാമല്ലോ അത് അവിടെ വേണ്ടതാണെന്ന്. ഞാൻ സ്വാഗതം ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? പ്രിയങ്ക ഗാന്ധി അതിനെന്താണ് പറഞ്ഞത്? എം പി ആയിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി അത് വളരെ പെട്ടെന്ന് നടപ്പാക്കേണ്ട ഒരു പ്രൊജക്റ്റാണ് എന്നല്ലേ, കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു പൊൻകിരീടമായി മാറാൻ സാധ്യതയുള്ള പ്രൊജക്റ്റ് എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അല്ല, സതീഷിന് ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വാഗതം ചെയ്തില്ലേ? എന്റെ പൊന്നണ്ണന്മാരെ, 2026 നിങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ 2031 വരെ ഇവിടെ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിരുന്നൊരു ഒരു കാര്യത്തെ എതിർക്കുമ്പോൾ പോലും രണ്ടഭിപ്രായം. എങ്ങനെയാണ് നിങ്ങൾ ഇവിടുത്തെ മന്ത്രിസഭയെ ഏകീകരിക്കുക? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളെ ഏകീകരിക്കുക? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ പ്രതിനിധികളെയും ഒരുമിപ്പിക്കുക? നേതൃതലത്തിൽ പോലും ഒരുമയില്ലാത്ത ഈ സഖ്യം എങ്ങനെയാണ് ഒരു മുന്നണിക്ക് ദിശ കാണിക്കുക? ഈ മുന്നണിയുടെ നേതൃനിരയിൽ നിന്ന്, മുന്നണി സംവിധാനത്തിൽ നിന്ന് അണികൾ, നിങ്ങളുടെ പ്രവർത്തകർ എന്താണ് മനസ്സിലാക്കുക? പിന്നെ സാമാന്യ ജനങ്ങളുണ്ടല്ലോ ഈ നാട്ടിൽ, അവർക്കിതെല്ലാം കഴിഞ്ഞ് എന്താണ് കിട്ടുക? ഒരു രക്ഷയുമില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങളുടെ കൊടുമുടിയെ കോൺഗ്രസ്, ലീഗിനെ, ഒരു കണക്കിന് പറയുകയാണെങ്കിൽ BJPയെ പോലും കണ്ടുപിടിക്കാനുള്ള ത്രാണിയില്ലാതെ CPM-നെ കാണുക, CPI-യെ കാണുക, LDF ഹാൻഡിലുകളെ, കേഡർ സംവിധാനങ്ങളെ കണ്ടുപഠിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ നിങ്ങളുടെ യുക്തിക്കപ്പുറത്ത് നിൽക്കുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ അൺബിലീവബിളാണ്. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കേഡർ സംവിധാനത്തിന്റെ ഒരു മട്ടും മാതിരിയൊക്കെ എവിടെയെങ്കിലും കാണിക്കുന്ന ലീഗിനെയും അറ്റ്ലീസ്റ്റ് BJPയെങ്കിലും ഒക്കെ ഒന്ന് കണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് കോൺഗ്രസ് വരുത്തിയ മാറ്റങ്ങൾ ഇതാണ്. പ്രതിപക്ഷ നേതാവിനോട്, സുധാകരനോട്, മുരളീധരനോട്, മുല്ലപ്പള്ളിയോട്, രമേശ് ചെന്നിത്തലയോട്, ഈ നാട്ടിലെ യുവാക്കളുടെ അല്ലെങ്കിൽ ഈ നാട്ടിലെ സാമാന്യ ജനങ്ങളുടെ ചോദ്യം, വൈ കോൺഗ്രസ്? എന്തിന് നിങ്ങൾ തിരിച്ചു വരണം? അതിന് നിങ്ങൾ കാണിച്ചു വെക്കുന്ന എന്ത് മിഷനറി സംവിധാനങ്ങളാണ് ഞങ്ങൾ കൺസീവ് ചെയ്യുന്നത്? 100% പരാജയമായ 5 വർഷമോ? നിങ്ങൾ ഈ 5 വർഷം നയിച്ച ഒരു പോരാട്ടത്തിന്റെ പേര് പറ. ഈ 5 വർഷം ഈ ഭരണ സംവിധാനത്തില് ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ച നിലപാടുമായി പ്രതിരോധിക്കാൻ, ആക്രമിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഒന്നുമില്ലടോ, ഒന്നും സംഭവിച്ചിട്ടില്ല. കോൺഗ്രസിനോടുള്ള ചോദ്യം വീണ്ടും ബാക്കിയാവുകയാണ്. വൈ കോൺഗ്രസ്? എന്തുകൊണ്ട് കോൺഗ്രസ് തിരിച്ചു വരണം?